ഹായ്, ഞങ്ങളേ പുലർച്ചെ കൊയിലാണ്ടി ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. അരുണുണ്ട്, അരുണും ഞാനും ഒറ്റക്ക് ചായ കുടിക്കാൻ പോയതാണ്. അപ്പോൾ ഈ റോഡ് സൈഡിൽ ഉപജീവന മാർഗം കണ്ടെത്താൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ നിൽക്കാറുണ്ട്. ഈ കൊയിലാണ്ടി സ്റ്റാൻഡിൻ്റെയൊക്കെ മുമ്പിലായിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ നിൽക്കാറുണ്ട്. അവർ ഉപജീവന മാർഗത്തിനാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ നാളെ പത്രത്തിൽ ചരമകോളത്തിൽ ഇവരുടെ ഫോട്ടോ വരാൻ വേണ്ടിയിട്ടാണോ നിൽക്കുന്നത് എന്നറിയില്ല. എന്താ വെച്ചാൽ ഞങ്ങളിപ്പം ചായ കുടിക്കാൻ ഇറങ്ങി ചായയും കുടിച്ച് തിരിച്ചു വരുമ്പോൾ നമ്മുടെ വണ്ടി കണ്ടപ്പോഴേക്കും വണ്ടിൻ്റെ മുമ്പിൽക്കൊരു നിന്നൂടൽ. അപ്പോൾ ഒരു ഡൗട്ട്, ഇവർ എന്തോ ശരീരം വിറ്റോ എങ്ങനെയോ ജീവിച്ചോട്ടെ, അത് കുഴപ്പമില്ല, അത് അവരുടെ ഇഷ്ടം. അവർക്ക് അവരെങ്ങനെ ജീവിക്കണം എന്നുള്ളത് അത് അവരുടെ മാത്രം ഇഷ്ടമാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മുടെയൊക്കെ വണ്ടിന്റെ മുമ്പിലേക്ക് ചാടിയിട്ട് എന്തെങ്കിലും പറ്റിയാല് നമ്മള് പെട്ട്, ഓം പെട്ടില്ല, ഞാനും പെട്ടളിയാ പെട്ട്. മുന്നിൽ ചാടുന്നതിലും കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ വണ്ടീനെ പറ്റി, എന്താ പറയാ, ആംബുലൻസിന്റെ ബാക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ. അതിന്റെ വേറൊരു വീഡിയോ ഞാൻ ഇന്നോ നാളെയോ ഒന്നുകൂടി ഇടുന്നുണ്ട് കേട്ടോ. അനുഭവം. അപ്പൊ ഇപ്പറഞ്ഞതിന്റെ മാതിരി ഇത് കുടുങ്ങി ഈ മുമ്പിലേക്ക് ചാടുന്നതും പൈസ പിടിച്ച് മേടിക്കുന്നതും അതൊക്കെ ഇവനും ഇവന്റെ കമ്പനിക്കാരനൊക്കെ പറഞ്ഞു കുറേ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ലൈഫിൽ ആദ്യമായിട്ടാ കാണുന്നത്, നേരിട്ട് കാണുന്നത്. ഇതിലൊക്കെ പോകുന്ന സമയത്ത്, ഒറ്റക്കാണെങ്കിലും പോകുന്ന സമയത്ത് ജസ്റ്റ് അത് വണ്ടിന്റെ അടുത്തേക്കൊന്ന് നിൽക്കുക എന്നല്ലാതെ വേറെ ഇല്ലായിരുന്നു. പക്ഷെ ഇത് സംഭവം എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു സമയത്ത് ഇനിയിപ്പോ പെട്ടെന്ന് ചാടി വരുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാല് എല്ലാവരും നേരെ നോക്കിയാൽ വണ്ടി ഓടിക്കുക, ഏതൊരാളും ബൈ ചാൻസ് നമ്മൾ ഈ നേരെ നോക്കുന്ന നേരത്തെ ചിലപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ മാറ്റാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് കണ്ണ് തിരിച്ചു പോയാൽ ഈ ചാടുന്ന ആൾക്കാർ ആ സമയത്ത് കറക്റ്റ് നോക്കി ചാടുന്നവർ ചാടും. അങ്ങനെയൊക്കെയാ വണ്ടി ആട്ടുന്നത്. ഇനിയിപ്പോൾ അവർക്ക് എന്തെങ്കിലും പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ അതിന് നഷ്ടപരിഹാരം കൊടുക്കണം, അതും ഒരു വിഷയമാണ്. പറ്റിയില്ലെങ്കിലോ ആ വണ്ടിന്റെ മുമ്പിലേക്ക് ചാടി എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ എന്താ നിസ്സാര പേർക്ക് ഇപ്പോൾ വണ്ടിന്റെ മുമ്പിലേക്ക് ചാടിയിട്ട് ഇങ്ങനെ അതെന്താക്കുക, വണ്ടിന്റെ മുമ്പിലേക്ക് ചാടിയിട്ട് കൈക്ക് വേദന, കാലിക്ക് വേദന ഒന്നും പറ്റിയില്ലെങ്കിലും നമ്മൾ കൊടുക്കണം. എനിക്ക് അവിടെ വേദന ഉണ്ട്, ഇവിടെ വേദന ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനൊന്നും ആവൂല. നമ്മുടെ മുമ്പിലേക്ക് ചാടിയിട്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോ ഞാനാണെങ്കിലും അതിപ്പോ ഒരു ഉദാഹരണത്തിന് സ്മോള് വണ്ടി ആയിട്ട് പോകുമ്പോ ഞാൻ മുമ്പോട്ട് ചാടിയാല് ഇവള് മറ്റേ എന്താ പറയാ ഈ മാജിക്കും അല്ല, പെട്ടെന്ന് നമ്മള് മറ്റേ പണ്ടൊരു ഇതില്ലേനോ മറ്റേ എന്താ പറയാ ടൈമിങ്, എന്താ ടൈം ട്രാവലിംഗ്, അതായത് പെട്ടെന്ന് മേക്കോടാക്കിയിട്ട് തട്ടാണ്ടാക്കി പോവുക. പിന്നെ അതേമാതിരി പെട്ടെന്ന് ഒരാള് ആ വണ്ടിന്റെ മുമ്പ് ചാടിന്റെ ഒന്നും ചെയ്യാനല്ലോ, ഇവൾക്ക് നല്ല ആർക്കും അല്ല. നമ്മള് പിന്നെ അവരെയും കൊണ്ട് പറ്റിയെന്ന് എവിടെയും നിലവിൽ ചിലപ്പോ സ്ക്രാക്കോ അല്ലെ പൊട്ടലോ അങ്ങനെ ഒന്നും. അതിപ്പോ വണ്ടി അട്ടിക്കാൻ എങ്ങനെ ആയാലും 2000 രൂപ പോകും കാണിച്ചിട്ട്, പറ്റിയാലും പറ്റിയില്ലെങ്കിലും. കാരണം ഒന്നും പറ്റിണ്ടാവില്ല, ചിലപ്പോ തട്ടിയിട്ട് പോലും ഉണ്ടാവില്ല, വീണോ പോയി കാണിക്കുമ്പോ എക്സ്റേ. അപ്പൊ ആ ഹോസ്പിറ്റലുകാരെങ്കിൽ ഒന്ന് കാണിക്കാം, മൂപ്പർക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യും. കഴിഞ്ഞ ദിവസം എന്റെ ഫ്രണ്ട് മെഡിക്കൽ കോളേജിലായിട്ട് അവന്റെ യൂറിൻ മാത്രം ടെസ്റ്റ് ചെയ്തിട്ടില്ല, ബാക്കി എല്ലാ ടെസ്റ്റും എക്സ്റേ, സ്കാനിങ്, CT അങ്ങനെ പിടിച്ച് എല്ലാം ചെയ്തിട്ടുണ്ട്. അതേപോലെ ചെയ്യിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഹോസ്പിറ്റലിൽ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് അവര് പൈസ മേടിക്കാം. അതും വണ്ടി തട്ടിയാല് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആർക്കും പറ്റൂല, പ്രൈവറ്റ് അതേ പറ്റുള്ളൂ താനും. അല്ല, ഇവനൊക്കെ പണ്ടൊക്കെ ലോറി പോയിട്ട് വരുന്ന സമയത്തൊക്കെ പറയുന്നു ഈ റോഡിന്റെ സൈഡിൽ നിന്നിട്ട്. അത് മാത്രല്ല, ലോറിന്റെ കാര്യം പറഞ്ഞപ്പാ ചങ്ങായിനെ അരച്ചു പോയത് ഒരു വണ്ടിക്കാരെ ഓപ്പോസിറ്റ്. ഈ കർണാടക ഞാൻ ബെല്ലാരി പോയല്ലോ, ബെല്ലാരി പോയി തിരിച്ചു വരുമ്പോൾ ഞങ്ങള് മുമ്പിലും ബാക്കിലൊരു വണ്ടി ഉണ്ട്, പിന്നെ ഞാനും ഏകദേശം വലിയൊരു ഇറക്കിറങ്ങി ഇങ്ങോട്ടൊരു വണ്ടി വരും, ടിപ്പറാരെ നിർത്താണ്ട് പോകുന്നു. ഞാൻ ഇന്നൊക്കെയുള്ള വന്നു, ഞാൻ എന്നിട്ടും എനിക്ക് ഓവർ വെട്ടിക്കാനാവില്ല, കാരണം ഫുള്ള് ലോഡാണ്, സിമെന്റാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വെട്ടിച്ചപ്പോൾ ഇതിന്റെ കണ്ണാടി കടിച്ച് മുഖത്തേക്ക് വെച്ചപ്പോൾ ഇങ്ങനെ വെച്ച്, കാരണം കൈൻ്റെ ഇവിടുന്ന് ഇവിടെ വരെ മുറിഞ്ഞു വീണു, ഗ്ലാസ് കുടുങ്ങിയിട്ട്.
അത് ഞാൻ ആ സ്പോട്ടൊക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് അപ്പുറത്തെത്തുമ്പോ ഇങ്ങനെ മുണ്ട് ഇങ്ങനെ നനയുന്നത്. അപ്പഴാ നോക്കിയത്. നോക്കുമ്പോ ആ കയറ്റം കയറിക്കൊണ്ട് നിൽക്കുമ്പോ ഒരാളുണ്ട് റോഡ് മേലെ അരഞ്ഞ് കിടക്കുന്നത്. ഈ ടിപ്രാരം കയറി ഇറങ്ങിപ്പോയതാ. എന്റെ വണ്ടിക്കൊക്കെ അടിച്ചതാക്കിനു വല്ലപ്പോൾ എന്തൊക്കെയോ പറഞ്ഞിട്ട്. അല്ല അവിടെയൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ ഈ രാത്രി ഗ്ലാസ് നമ്മൾ മൂകാംബി പോകുന്ന സമയത്തുണ്ട് ആ കോഴിമുട്ട ഇറങ്ങിയിട്ട് വണ്ടി നിർത്തിയിട്ട് വണ്ടിയിലുള്ള സാധനങ്ങൾ എടുത്ത് പോവുക. ഇതേപോലെ വണ്ടിന്റെ മുമ്പിലേക്ക് ഒരു ചാട്ടം. അതേപോലെ ടി വിയിലാണെങ്കിലും കുറെ കണ്ടിട്ടുണ്ട് ഇവര് വന്നിങ്ങാനും പോക്കറ്റ് ഇതിപ്പോ എന്താ വെച്ചാല് ഞാൻ എന്താ പറയാ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വെറുതെ ഒരു സമയം പോക്കിന് വേണ്ടിട്ടല്ല. ഞാനും സത്യം പറച്ചാന്ന് പേടിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി കാലി റോഡാണ്. നമുക്ക് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ലോങ് സൈറ്റ് കാണാം. ഈ ലോങ് സൈറ്റ് കാണുമ്പോൾ നമ്മൾ ഓവറായിട്ട് പ്രതീക്ഷിക്കുക വണ്ടിയാണ്. ഒരു ടേണിങ് നോക്കുമ്പോൾ പുറത്തേക്ക് ഇങ്ങനെ, അതായത് ടേൺ ചെയ്ത് വരുന്ന സമയത്തൊക്കെ ആരെങ്കിലും ചാടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്നും ചെയ്യാനാവില്ല. ഇപ്പൊ വെട്ടിക്കാൻ നിന്നാൽ തന്നെ ചിലപ്പം വണ്ടി എന്താക്കും, അപ്പുറത്ത് കൊണ്ടുപോയി തട്ടും. പെട്ടെന്ന് ഓടുന്ന ഓട്ടത്തില് പെട്ടെന്ന് നമ്മുടെ മുമ്പിലേക്ക് യക്ഷിയൊക്കെ ചാടും പോലെ ചാടിയ സത്യമായിട്ട് എന്തെങ്കിലും ആയിട്ട് ജീവിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഈ ഒരു കാര്യം ചാവാൻ വേണ്ടിട്ട് ചാടരുത്. ചാവാൻ വേണ്ടിട്ട് ചാടരുത്, ചാവാൻ വേണ്ടിട്ടും ചാടരുത്, ചാവാണ്ടിരിക്കാൻ വേണ്ടിട്ടും ചാടരുത്. രണ്ടാണെങ്കിലും വണ്ടി ഇപ്പം നമ്മൾ മാത്രല്ല വേറെ ഏത് വണ്ടിക്കാരാണെങ്കിലും അവരിതും കൊണ്ട് നടക്കണം. അല്ല ഞാൻ പറഞ്ഞില്ലേ, മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്ത്, ഈ ബാംഗ്ലൂരേക്കൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ, അതേപോലെ ട്രെയിനിൽ കയറുന്ന സമയത്ത് നിങ്ങൾ കണ്ടില്ലേ ആട്ടിപ്പിടിച്ച് എടുത്തുവിടുക ചെയ്യുന്നത്. ഇലജൈവന്മാരും കൊണ്ടുപോക്കി കാണിക്കും. അങ്ങനത്തെ സ്വഭാവമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നല്ലൊരു എത്രയോ ജോലി ചെയ്ത് എത്രയോ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് എന്തോരം മനുഷ്യന്മാരുണ്ട്. ഞാൻ കുറെ ആൾക്കാരെ കണ്ടിട്ടോ. ഏതോ ഒരാള് മറ്റേ മേക്കപ്പ്, ഏതോ ഒരു ആർട്ടിസ്റ്റിന്റെ, ഏതോ ഒരു സിനിമ നടിന്റെ മേക്കപ്പ് മാനോ മേക്കപ്പ് ജാൻമണിനെയാ പറയുന്നത്. അല്ലല്ല, അല്ലാണ്ട് വേറെ ആരുണ്ട്. ആ അനുസിത്താരൻ്റെതൊക്കെ അല്ല അനുശ്രീൻ്റെതൊക്കെ പറയും പോലെ ട്രാൻസ്ജെൻസ് ആണ്. പക്ഷെ അതാ പറഞ്ഞത്, ഇവര് ജീവിക്കാന്ന് വെച്ചാ നടക്കും. പക്ഷെ ഇതിങ്ങനെ ഇനിയിപ്പോ അങ്ങനെ നടക്കുന്നതിനെ കൊണ്ടും കുഴപ്പമൊന്നുമില്ല, നടന്നോട്ടെ. പക്ഷെ മറ്റുള്ളവർക്ക് ഉപദ്രവമായിരുന്നേ ഉള്ളൂ. പെട്ടെന്നൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിന്റെ മുമ്പിലേക്കൊക്കെ ചാടുക എന്ന് വെച്ചാല് കാളിപ്പോകൂലേ? ഇവ മൂത്രമൊഴിച്ചു പോയോ എന്നൊരു സംശയം. നോക്കട്ടെടേ, സംശയമുണ്ട്, പറയാൻ പറ്റൂല. ഞങ്ങൾ വെറുതെ ഒരു ചായ ഒക്കെ കുടിച്ച് മെല്ലെ മെല്ലെ ഇങ്ങനെ വീട്ടിലോട്ട് പോകാൻ നോക്കുമ്പോ പെട്ടെന്ന് ഇത് ചാടിയേ. കർത്താവേ ഹല്ലേലൂയാ എന്നായിപ്പോയി. അപ്പൊ ഗൈസ്, ഇനിയെങ്കിലും അവരിത് കേൾക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. അവരോ ഇനി നിങ്ങൾ വണ്ടി എടുത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ. പല സ്ഥലങ്ങളിൽ നിന്നും ഇതേപോലെ ചാടിയാല് ആർക്കും നഷ്ടം വരാനില്ല, നമ്മക്കല്ലാതെ. ഉണ്ടോ? അപ്പൊ ഓക്കെ, ഞങ്ങൾ ഇവിടെ സ്റ്റാൻഡിൽ സൈഡാക്കിയിട്ട് ഇപ്പൊ തന്നെ ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യാന്ന് ചോദിച്ചു. അതാണ്. ബൈ.